അപ്പൊ ഇങ്ങനെ നമ്മൾ പോയിന്റിലോട്ട് കിടക്കുന്നത് ആദ്യം എന്റെ ഷേപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഷേപ്പ് കണ്ടുപിടിക്കണം എങ്കിൽ മാത്രമേ ഒറിജിനൽ ഗ്രാഫിലോട്ട് നമുക്ക് വരയ്ക്കാൻ സാധിക്കത്തുള്ളൂ. സോ ദി ഫസ്റ്റ് പോയിന്റ് ഈസ് 0, 1. അപ്പൊ ഇതാണ് ഫസ്റ്റ് പോയിന്റ് 0, 1. സെക്കൻഡ് പോയിന്റ് എന്നുള്ളത് എനിക്ക് ഇഷ്ടമുള്ള പോയിന്റ് എടുക്കാം, അത് 2, 3. ഞാൻ ഈ രണ്ട് പോയിന്റും എടുത്തു. യു ക്യാൻ ടേക്ക് എനി പോയിന്റ്. സേ ദി ഫസ്റ്റ് വൺ ഈസ് 0, 1, സെക്കൻഡ് വൺ ഈസ് 2, 3. ഇവിടെ ടൈം ഇത് വെലോസിറ്റി ആണ്. സോ ടൈം ഈസ് 0, വെലോസിറ്റി ഈസ് 1. ഹിയർ ടൈം ഈസ് 2, വെലോസിറ്റി ഈസ് 3. ഈ രണ്ട് പോയിന്റ് വെച്ച് ആക്സിലറേഷൻ കണ്ടുപിടിക്കുകയാണ്. സോ ഹിയർ ദി ചേഞ്ച് ഇൻ വെലോസിറ്റി ഈസ് 2 meter per second. 3 minus 1. Here time taken is 2 seconds. So acceleration is equal to change in velocity by time. So change in velocity 2 meter per second. Time 2 seconds. So acceleration is equal to 1 meter per second square. ഇതാണ് ആദ്യത്തെ രണ്ട് പോയിന്റ് വെച്ചിട്ടുള്ള ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ. ഇനി നാം ചെയ്യുന്നത് അടുത്ത രണ്ട് പോയിന്റ്, അത് നമുക്ക് ഇഷ്ടമുള്ള പോയിന്റ് എടുക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. സോ ഐ ഹാവ് ടേക്കൺ 4 and 5. ഈ പോയിന്റ് 4ഉം 5ഉം എടുത്താൽ ഉള്ള പ്രത്യേകത, ഇവിടുത്തെ ചേഞ്ച് ഇൻ വെലോസിറ്റി 2 meter per second, ഇവിടുത്തെ ചേഞ്ച് ഇൻ ടൈം 2 seconds. സോ അഗൈൻ ദി ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു 2 meter per second by 2 seconds is equal to 1 meter per second square. അതായത് ഈ പോയിന്റ് ഇഫ് യു ടേക്ക് 4 and 5, അതല്ല 4ഉം 5ഉം അല്ലെങ്കിൽ യു ക്യാൻ ടേക്ക് എനി അതർ പോയിന്റ്. സേ ദിസ് ഈസ് 5, ഇത് 5 ആണെങ്കിൽ ദിസ് പോയിന്റ് ഷുഡ് ബി 6. എന്നാലും ആക്സിലറേഷൻ 1 meter per second square കിട്ടും. ഈ രണ്ട് ആക്സിലറേഷൻ സെയിം ആണ്. ആദ്യത്തത് 1 meter per second square, രണ്ടാമത്തത് 1 meter per second square. അതുകൊണ്ട് ബോഡി യൂണിഫോം ആക്സിലറേഷൻ മൂവ് ചെയ്യുന്നു. സോ ബോഡി യൂണിഫോം ആക്സിലറേഷൻ മൂവ് ചെയ്യുന്നു പറയാൻ കാരണം ഈ രണ്ട് റീസൺ ആണ്. എ ഈസ് ഈക്വൽ ടു 1 meter per second square കിട്ടുന്നു ഒരേ ആക്സിലറേഷൻ. ഈ പോയിന്റ് പ്ലോട്ട് ചെയ്യാം. പോയിന്റ് പ്ലോട്ട് ചെയ്താൽ ഫസ്റ്റ് പോയിന്റ് ഈസ് 0, 1, സെക്കൻഡ് പോയിന്റ് ഈസ് 2, 3, തേർഡ് പോയിന്റ് ഈസ് 4, 5. യു പ്ലോട്ട് എ ഗ്രാഫ്. ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. ഇപ്പൊ ഗ്രാഫിന്റെ ഷേപ്പ് ഇവിടെ കിട്ടി. ദി ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ ബിക്കോസ് യു ഹാവ് പ്ലോട്ടഡ് with this point. But graph would a straight line കിട്ടി. So the shape of velocity time graph of a body moving with uniform acceleration is a straight line. ഇതാണ് ആദ്യത്തെ കൺക്ലൂഷൻ. അപ്പൊ ഗ്രാഫിന്റെ ഷേപ്പ് കിട്ടി. Now we are converting the graph into other model. നമ്മൾ ഗ്രാഫിനെ മറ്റൊരു മോഡലിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. എന്താണ് ആ മോഡൽ എന്ന് ചോദിച്ചാൽ ഗ്രാഫിന്റെ ഷേപ്പ് നമുക്കറിയാം. ആ ഷേപ്പ് വെച്ചിട്ട് യു ആർ കൺവേർട്ടിങ്. സോ ദിസ് ഈസ് ദി ഗ്രാഫ്. ഗ്രാഫ് ഇതാ കിട്ടി. ഗ്രാഫ് വരയ്ക്കുന്നു. ഗ്രാഫ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതിന്റെ ഷേപ്പ് ഇതുപോലെ കിട്ടി ഗ്രാഫിന്റെ. Now you take point. ഏതൊക്കെ പോയിന്റ് എടുക്കാം? ഇങ്ങോട്ട് എടുക്കുന്ന ടൈം ആണ്. യൂണിറ്റ് ഈസ് സെക്കൻഡ്. സോ ടൈം യൂണിറ്റ് ഈസ് സെക്കൻഡ്. ഇവിടെ നാം എടുക്കുന്നത് വെലോസിറ്റി ആണ്. വെലോസിറ്റി യൂണിറ്റ് ഈസ് മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ശ്രദ്ധിക്കാനുള്ളത് ഈ ഗ്രാഫ് ഇതുവരെ ഉള്ളൂ എന്ന് വിചാരിക്കും. സേ ഐ എം പ്ലേസിംഗ് ദിസ് ലൈൻ ലൈക്ക് ദിസ്. ഇങ്ങനെ പ്ലോട്ട് ചെയ്യുന്നു. ഈ ലൈൻ ഇതുപോലെ ഇങ്ങനെ പ്ലോട്ട് ചെയ്യുന്നു. ഇതുപോലെ പ്ലോട്ട് ചെയ്യുന്നു. പ്ലോട്ട് ചെയ്തിട്ട് ഇത് 0 ആണെന്ന് വിചാരിക്കുക. ഇത് ടൈം t ആണെന്ന് വിചാരിക്കും. അപ്പൊ ഈ പോയിന്റ് V0 എന്ന് പറഞ്ഞാൽ 0 സമയത്തെ വെലോസിറ്റി. സോ ദിസ് പോയിന്റ്, ഈ പോയിന്റ് ഏതായിരിക്കും? ഇത് t സമയത്തെ വെലോസിറ്റി. സോ ദാറ്റ് ഈസ് vt. സോ v0 0 ടൈമിലെ വെലോസിറ്റി, t സമയത്തെ വെലോസിറ്റി vt. രണ്ട് പോയിന്റ് ആയി. സേ ഇത് O ആണെന്ന് എടുത്തേക്കു. ദിസ് ഈസ് പോയിന്റ് A or something, you mark any point. Say this is point A and this is point B and this is C or D. Point D. അപ്പൊ ഗ്രാഫിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ മൊത്തത്തിലുള്ള ഏരിയ കണ്ടുപിടിക്കാം. സോ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ OABD കണ്ടുപിടിക്കണം. അതിന് വളരെ എളുപ്പത്തിന് ഞാൻ ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് പോയിന്റ് സി ആണെന്ന് വിചാരിക്കാം. സോ ഈ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ ഒരു റെക്ടാംഗിൾ ഉണ്ട്, ഒരു ട്രയാംഗിൾ ഉണ്ട്. സോ ടോട്ടൽ ഏരിയ ഇസ് ദി സം ഓഫ് ദിസ് റെക്ടാംഗിൾ ആൻഡ് ദിസ് ട്രയാംഗിൾ. ഈ രണ്ടിനും കൂടെ സം എടുക്കുമ്പോൾ ടോട്ടൽ ഏരിയ കിട്ടി. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് മൊത്തം ഏരിയ എടുക്കുന്നു. ടോട്ടൽ ഏരിയ എടുക്കുന്നു. ടോട്ടൽ ഏരിയ ഇസ് ഈക്വൽ ടു ദിസ് ഏരിയ ഓഫ് ദിസ് ട്രയാംഗിൾ പ്ലസ് ഏരിയ ഓഫ് ദിസ് റെക്ടാംഗിൾ. അപ്പൊ റെക്ടാംഗിളിന്റെ ഏരിയ എടുക്കുമ്പോഴത്തേക്ക് റെക്ടാംഗിൾ ഏതാണ്? ഏരിയ ഓഫ് റെക്ടാംഗിൾ. സോ ഏരിയ ഓഫ് റെക്ടാംഗിൾ ഏതാണ്? OACD പ്ലസ് ഏരിയ ഓഫ് ട്രയാംഗിൾ, ദാറ്റ് ഈസ് ട്രയാംഗിൾ. സോ ട്രയാംഗിൾ ഏതാണ്? ABC. ഇതാണ് മൊത്തത്തിലുള്ള ഏരിയ. ഗ്രാഫിലെ മൊത്തത്തിലുള്ള ഏരിയയാണ്. ഈ ഏരിയയും മൊത്തത്തിലുള്ള ഈ ഏരിയയും ഇതാണ് ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. സോ ടോട്ടൽ ഏരിയ അണ്ടർ ദിസ്, ഗ്രാഫിന്റെ മൊത്തത്തിലുള്ള ഏരിയ ഇതാണ്. ദാറ്റ് ഈസ് ദ സം ഓഫ് ദി ഏരിയ ഓഫ് ദിസ് റെക്ടാംഗിൾ ആൻഡ് ദാറ്റ് ഓഫ് ദിസ് ട്രയാംഗിൾ. ദാറ്റ് ഈസ് ദ ഏരിയ. അത് കൊടുക്കുമ്പോൾ ഏരിയ ഇസ് ഈക്വൽ ടു, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഏരിയ ഓഫ് റെക്ടാംഗിളിന്റെ ഏരിയ എത്രയായിരിക്കും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. സോ OA ഇൻറ്റു OD പ്ലസ് ട്രയാംഗിളിന്റെ ഏരിയ. എന്താ ട്രയാംഗിളിന്റെ ഏരിയ? ഹാഫ് ബേസ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ്. സോ ഹാഫ് ബേസ് ഈസ് AC ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ് ഈസ് BC. നോക്കാം, ബേസ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ്. സോ യു ഗോട്ട് ദി ഏരിയ. Now what is the value? OA യുടെ വാല്യൂ എന്താണ്? OA is equal to ഓരോ വാല്യൂ നമ്മൾ OA is equal to ഇത്രയും വാല്യൂ. ഈ ഇത്രയും വാല്യൂ. What is this value? That is equal to V0 because this is V0, this is 0, difference is V0. Now what is OD? This OD.
ഇവിടെ ടി ആണ്, ഇവിടെ 0 ആണ്. സോ ടി മൈനസ് 0, therefore OD is equal to T. Clear? Then AC എത്രയാണ്? The value of AC ഇതാണ്. AC യുടെ വാല്യൂ OD ക്ക് തുല്യമാണ്. സോ AC is equal to OD, that is equal to again T. Now BC എന്താണ്? ഇതാണ് BC. സോ ഈ BC എടുക്കുമ്പോൾ ഇത്രയും ദൂരമാണ് എടുക്കേണ്ടത്, ഇത്രയും ഭാഗം എടുക്കണം. നമ്മൾ അറിയേണ്ടത് ഇവിടെ തൊട്ട് ഇതുവരെയുള്ളത് VT ആണ്, ഇതോട്ട് ഇതുള്ള VC ഉണ്ട്. അപ്പൊ ഈ ചേഞ്ച് ആണ് BC എന്ന് പറയുന്നത്. സോ ദി വാല്യൂ ഓഫ് BC is equal to VT minus V0. Say ഇതുവരെ VT, ഇതുവരെ V0. So this change BC is equal to VT minus V0. അപ്പൊ ഇത്രയും ഭാഗം കിട്ടും. അപ്പൊ അത്രയും വാല്യൂസ് നമ്മളിവിടെ ആയിട്ടുണ്ട്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏരിയ കിട്ടുന്നു. നാം ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ ഏരിയ is equal to ഏരിയ ഓഫ് റെക്ടാംഗിൾ എന്താണ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്താണ്? OA into OD. സോ OA എന്താണ്? സോ V0 into OD is T plus half base into altitude, that is AC, that is T into VT minus V0. ഇതുവരെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അത് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം. ഈ BC യുടെ വാല്യൂ ബ്രാക്കറ്റ് ഇടണം. VT minus V0 എന്ന് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. ഇനി ഇക്വേഷനെ വളരെ എളുപ്പത്തിൽ നാം സിംപ്ലിഫൈ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഫൈനൽ വാല്യൂ ആയി. ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇക്വേഷനിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് V0യും VTയും. നമുക്കറിയാം V0 എന്ന് പറയുന്നത് U ആണ്, ഇനിഷ്യൽ വെലോസിറ്റി ആണ്. VT എന്ന് പറയുന്നത് V ആണ്, ഫൈനൽ വെലോസിറ്റി ആണ്. ഇതറിയണം. 0 സമയത്തെ വെലോസിറ്റി ആണ് ഇനിഷ്യൽ വെലോസിറ്റി, അത് U ആണ്. T സമയത്തെ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി അത് V ആണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഏരിയ ഇസ് ഈക്വൽ ടു ഇവിടെ കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് കിട്ടുന്നു? ഇത് UT പ്ലസ് ഹാഫ് ഇൻറ്റു T ഇൻറ്റു ഇത് V ഇൻറ്റു U ആണ്. സോ V മൈനസ് U. വളരെ എളുപ്പം സിംപ്ലിഫൈ ആണ്. ഇനി നമുക്കറിയാം ആക്സലറേഷൻ A എന്ന് പറഞ്ഞാൽ എന്താണ്? V മൈനസ് U ബൈ T ആണ്. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നു. V മൈനസ് U എത്ര കിട്ടും? അത് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും V മൈനസ് U ഇസ് ഈക്വൽ ടു AT. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഏരിയയുടെ വാല്യൂ കിട്ടി. ഏരിയ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? UT പ്ലസ് ഹാഫ് T ഇൻറ്റു ഹാഫ് T ഇൻറ്റു എന്ത് കിട്ടുന്നു? V മൈനസ് U. V മൈനസ് U is AT. സോ ഫൈനൽ ആൻസർ ആയി ഏരിയ ഇസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് T ഇൻറ്റു AT, ദാറ്റ് ഈസ് ഹാഫ് AT സ്ക്വയർ. നമുക്ക് അറിയേണ്ട ഇക്വേഷൻ ആണ് S is equal to UT പ്ലസ് ഹാഫ് AT സ്ക്വയർ. നമുക്കറിയാം ഇത് ഇക്വേഷൻ 1 എന്ന് എടുക്കുക, ഇത് ഇക്വേഷൻ 2 എന്ന് എടുക്കുക. യു കമ്പയർ ദീസ് ടു ഇക്വേഷൻസ്. റൈറ്റ് സൈഡ് ഈസ് ഈക്വൽ, സോ ലെഫ്റ്റ് സൈഡ് ഈസ് ഓൾസോ ഈക്വൽ. therefore we get ഏരിയ ഈസ് ഈക്വൽ ടു S. അതായത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇതാണ് ഇതിന്റെ ഫൈനൽ കൺക്ലൂഷൻ. ഏരിയ ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് of a body moving with uniform acceleration represents the displacement of the particle. അപ്പോൾ ഇവിടെ അതിന്റെ പ്രൂഫ് ആയിട്ടുണ്ട്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഈ പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, എപ്പോഴും ചോദിക്കുന്നത്. ഷോ ദാറ്റ് ദി ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി മൂവിംഗ് വിത്ത് യൂണിഫോം ആക്സലറേഷൻ represents the displacement of